ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മുടെ പാർട്ട് 4 വീഡിയോ ആണിത്. യൂറോപ്പ CV വരെ നമ്മളിപ്പോൾ ഫുള്ള് യൂറോപ്പ CV എല്ലാം എല്ലാം വെച്ചിട്ടുണ്ട്. യൂറോപ്പ CV എടുത്ത് നമ്മളത് സ്കാൻ ചെയ്ത്, അല്ലെന്നുണ്ടെങ്കിൽ യൂറോപ്പ CV എടുക്കുന്ന ഓൺലൈനിൽ കൂടെയാണ്. അതിൻ്റെ ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. അത് വിലപ്പെട്ട സാധനമാണ്. അച്ഛനോ അമ്മയ്ക്കോ ഗേൾ ഫ്രണ്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല, വിഷമമൊന്നുമില്ല, പക്ഷേ എങ്കിലും ഗേൾ ഫ്രണ്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉൾപ്പെടെ അയച്ചു കൊടുക്കുക. ഉത്തരവാദിത്തമുള്ള ഗേൾ ഫ്രണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് വെക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കേട്ടോ. പറഞ്ഞ ആൾക്കിപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും. അവൻ്റെ PDF എല്ലാം എഡിറ്റ് ചെയ്ത് വരെ കൊച്ചാണ്, പക്ഷെ കുഴപ്പമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല. ഗൈസ്, അങ്ങനെ നിങ്ങൾ സേഫാക്കി വെക്കുക യൂറോപ്പ CV. നിങ്ങൾ യൂറോപ്പ CV എടുക്കാൻ പോകുമ്പോൾ തന്നെ നിങ്ങളുടെ പേരിലുള്ള ആധാർ കാർഡ്, പാൻ കാർഡ്, തിരിച്ചറിയൽ കാർഡ്, പാസ്ബുക്ക്, നിങ്ങളുടെ പേരിലുള്ള എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ അതെല്ലാം A to Z, പാസ്പോർട്ട് ഉൾപ്പെടെ എല്ലാം കൊണ്ടുപോയിരിക്കണം. മറ്റൊന്നും കൊണ്ടല്ല, ഏത് ഏജൻസിക്കാർ എന്ത് ചോദിക്കും, എന്ത് കാര്യം പറഞ്ഞ് നമ്മുടെ വിസ റിജക്റ്റ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ഓടിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ റിസർച്ച് ചെയ്ത് നടക്കുന്ന ടീംസ് ഉണ്ട് ഈ കൂട്ടത്തിൽ. നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ പേരുള്ള എല്ലാ സാധനവും, ഞാൻ ഇമ്പോർട്ടൻ്റ് സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആധാർ കാർഡ്, പാൻ കാർഡ്, തിരിച്ചറിയൽ കാർഡ്, നിങ്ങളുടെ എന്താ പറയുക ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് വേണമെങ്കിൽ അതിൻ്റെ എടുത്തു, പിന്നെ പാസ്പോർട്ട്, ഇത്രയും സാധനമാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് അതും വേണം. ബാക്കിയുള്ള സാധനങ്ങൾ, നിങ്ങളുടെ പേരിലുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഒന്ന് സ്കാൻ ചെയ്ത് ഫോണിൽ വെച്ചേക്കുന്നത് നല്ലതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിന് ഉപകാരപ്പെടും. ഇത് നമ്മൾ എടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് പറഞ്ഞ വൈകുന്നേരം ആയിരിക്കും, എടാ വൈകുന്നേരം നീ ഇത് അയച്ചു തരാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കട അടച്ച തേഞ്ഞ് പിന്നെ അവർ പറയുന്ന എക്സ്ക്യൂസ് ഇതായിരിക്കും, നിങ്ങൾ എടുക്കുക, ഞാൻ പറഞ്ഞല്ലയോ എല്ലാം നേരത്തെ എടുത്തു വെക്കാൻ, നിങ്ങൾ എന്തുകൊണ്ട് എടുത്തു വെച്ചില്ല, അതുകൊണ്ടല്ലയോ ഇപ്പം ഡിലേ ആയെന്ന് പറയുവാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, മിണ്ടാതെന്ന് കേൾക്കാനേ പറ്റത്തുള്ളൂ. അതിനേക്കാളും ഭേദം നമ്മുടെ എല്ലാത്തിൻ്റെയും സ്കാൻ ചെയ്ത് വെച്ചേക്കുക. ഈ സ്കാൻ ചെയ്ത് വെക്കാൻ നേരത്ത് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഈ സ്കാൻ ചെയ്ത് വെക്കണോ, നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ മതിയോ എന്നുള്ള കാര്യത്തിൽ ചില ആൾക്കാർക്ക്, എനിക്ക് പേഴ്സണലി സംശയം ഉണ്ടായിരുന്നു. എല്ലാവർക്കും കാണണമെന്നില്ല. ഈ സ്കാൻ ചെയ്യാൻ പറയുന്ന കാര്യം, പ്രൊഫഷണലായിട്ടൊരു കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. സ്കാൻ ചെയ്യാതെ എടുക്കുന്നത് ഒരുമാതിരിപ്പെട്ടടുത്തൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നാണ് എൻ്റെ വലിയ അറിവൊന്നുമില്ല, പക്ഷേ എങ്കിലും എനിക്ക് പേഴ്സണലി അറിയാൻ സാധിച്ചത് അങ്ങനെയാണ്. എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയത്തില്ല. സ്കാൻ ചെയ്യുന്നതിന് എന്തോ വലിയ പൈസയൊന്നുമില്ല. അത് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടും വരാനും പോകുന്നില്ല. നമുക്കതൊന്ന് ചെയ്ത് വെച്ചേക്കാം. സ്കാൻ ചെയ്ത ഡോക്യുമെൻ്റ് നമ്മുടെ ഫോണിൽ തിരിക്കുക. അവർ തോന്നുന്നു, ചേട്ടാ ഏതാ വേണ്ട പറഞ്ഞാൽ മതി, ഇപ്പോൾ ഇട്ട് തരാമെന്നുള്ള രീതിയിൽ ഇട്ട് കൊടുത്തേക്കുക. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മളിപ്പോൾ ഒരെണ്ണത്തിൻ്റെ എടുത്ത് മറ്റേൻ്റെ എടുക്കാൻ മിസ്സായി കഴിയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടുന്ന് നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ നിൽക്കുമായിരിക്കും. എവിടെയെങ്കിലും ആലപ്പുഴ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയണം, എൻ്റെ വീട് മുതുകുളത്താണ്, ആലപ്പുഴ ജില്ലയിൽ. അപ്പോൾ ആലപ്പുഴ വരെ പോയിക്കുമായിരിക്കും. അപ്പോഴായിരിക്കും പറഞ്ഞത്, എടാ നിൻ്റെ ഡോക്യുമെൻ്റ് എടുത്ത് സ്കാൻ ചെയ്ത് അയച്ചു തരാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്, പറ്റത്തില്ല പ്രാക്ടിക്കലി. അത് പറയുക, എടാ നീ അത് ആ സമയത്ത് ചെയ്തായിരുന്നെങ്കിൽ നേരത്തെ നടന്നേനാടാ. ഇങ്ങനെയൊക്കെ പറയുന്ന തള്ളുകൾ ഒഴിവാക്കാൻ പറ്റും. എല്ലാം എടുക്കുക, സേഫായിട്ട് സ്കാൻ ചെയ്ത് വെച്ചേക്കുക. പിന്നെ അതുപോലൊക്കെ SSLCയുടെയും +2ൻ്റെയും സർട്ടിഫിക്കറ്റ് എടുത്ത് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ 2-3 കോപ്പി എടുത്തോ നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് ഭയങ്കര നല്ലതാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ഈ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകുന്ന ഒരാളായതുകൊണ്ട്, ഞാൻ സ്റ്റുഡൻറ്റ് വിസയ്ക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റുഡൻറ്റ് പഠിക്കാനായിട്ടാണ് പോകുന്നത്. പഠിക്കുകയും പാർട്ട് ടൈം ജോബും പരിപാടി എല്ലാം ആയിട്ടാണ്, അങ്ങനെ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ +1ൻ്റെയും +2ൻ്റെയും സർട്ടിഫിക്കറ്റ്, +1ൻ്റെയും 10ാം ക്ലാസ്സിൻ്റെയും +2ൻ്റെയും സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. നോട്ടറിയെ പോവുക, കാണുക, അറ്റസ്റ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഈ നോട്ടറി എടുക്കുക പോകുന്നിടം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യാം. അതുവരെ മതി ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിനകത്ത്. കാരണം ഒത്തിരി പറയാൻ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോവും. പിന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നോട്ടറി എടുക്കുക പോകുമ്പോൾ ഈ സാധനങ്ങൾ കൊണ്ട് മാത്രമല്ല, അത് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം, എന്തൊക്കെ നോട്ടറി എടുക്കുക പോകാനുള്ള ആവശ്യങ്ങളുണ്ട്, നോട്ടറി കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ സാധിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നാളെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് കുറേ സംഭവങ്ങൾ ആൾക്കാർക്ക് സംശയമുണ്ട്. നിങ്ങൾ ചോദിക്കാൻ മടിക്കണ്ട. എനിക്കറിയാവുന്ന എന്തോ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. എനിക്കത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ വീഡിയോയിലും ഡിസ്ക്ലെയിമർ പോലെ പറയുകയാണെന്ന്, അങ്ങനെ ഈ കാര്യം പറയണം. കാരണം കഴിഞ്ഞ വീഡിയോയ്ക്ക് ഞാൻ പറയാൻ മറന്നുപോയതാണ്. ഒരു ഏജൻസിയും കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. ആരുടെയും കയ്യിൽ ക്യാഷായിട്ട് പൈസ കൊടുക്കരുത്. അക്കൗണ്ട് ട്രാൻസ്ഫർ, ഗൂഗിൾ പേ പോലും ചെയ്യരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. പോകുമ്പോൾ മിനിമം 2, 3, 4 നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് പോകാൻ ശ്രമിക്കുക.
ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് പെട്ടു പോകും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എത്രമാത്രം സത്യം അറിയത്തില്ല. പക്ഷെ നമ്മുടെ കൂടെ നമ്മുടെ 2-3 കൂട്ടുകാരുള്ള നല്ലതല്ലേ, അവരെ നേരത്തെ പരിചയമുള്ള നല്ലതല്ലേ. ഒരു ഏജൻസിക്കാരനെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നതിനേക്കാളും നല്ലത് അടുത്ത് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മീഡിയേറ്റർ എന്നുള്ള രീതിയിൽ അത്യാവശ്യം ആരെയും നിർത്തുന്നത് നല്ലതായിരിക്കും. എല്ലാത്തിനും തെളിവ് കൈ വെക്കുക. നമ്മൾ കൊടുക്കുന്ന ലക്ഷങ്ങളാണ്, ഇതിന് എന്തെങ്കിലും സോളിഡായിട്ടുള്ള പ്രൂഫ് വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ ചേട്ടൻ്റെ അനുഭവം പറഞ്ഞ്, പുള്ളിയുടെ പേരൊന്നും പറയുന്നില്ല, അറിയാമല്ലോ. പുള്ളിയുടെ ഒരു 10 lakh എബോ എനിക്കൊന്ന് ഒരാടെയാണോ 2 പേരുടെയാണോ എന്നറിയത്തില്ല, പോയായിട്ട് എനിക്ക് പേഴ്സണലി എനിക്കറിയാം അങ്ങനെ എത്ര പേരുടെ ഇന്നത്തെ മാർക്കറ്റിൽ 50% ആൾക്കാരെ വലിപ്പിക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കിത്രയേ ഉള്ളൂ പറയാൻ. നമ്മളെല്ലാവരും സൂക്ഷിച്ചാൽ നമുക്ക് ആർക്കും ദുഃഖിക്കേണ്ടി വരത്തില്ല, ആർക്കും ഇങ്ങനെ അവസ്ഥ വരാതിരിക്കട്ടെ. പക്ഷേ എങ്കിലും നമ്മൾ എടുക്കാനുള്ള മുൻകരുതലുകളെല്ലാം എടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് തന്നെ ഇത് വള്ളിയായിട്ട് വരും. എന്തിനാണ് കഴിച്ച് നമ്മൾ അച്ഛനും അമ്മയൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആഴാണെന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയായിരിക്കും. ചുമ്മാ എന്തായാലും ആരും വീട്ടിൽ കൊണ്ടുവന്ന പൈസ ഒന്നും തരത്തൊന്നുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. നിങ്ങൾക്ക് വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഡിസ്ലൈക്ക് അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന പോലെ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അത് പറയുക. പിന്നെ എന്തുവാ, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പാവപ്പെട്ട വീട്ടിലെ പിള്ളേർക്ക് ഇത് നയിച്ചു കൊടുക്കണം കേട്ടോ. 10-20,000 രൂപ അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പിന്നെ പൈസ സേവ് ചെയ്യുന്നതിനേക്കാളും ഈ ഓട്ടം കുറയ്ക്കാനും ഇത് ഭയങ്കരമായിട്ട് നിങ്ങളെ സഹായിക്കും. അപ്പം ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് വരാം.